ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയ്സ് ലേണിംഗിന്റെ ഡിജിറ്റൽ ഫൗണ്ടേഷൻ കോഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നമ്മൾ ബ്രൗസറിന്റെ ബേസിക്സും ഇമെയിൽ, ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ കുറച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ സപ്പോസ് കുറച്ച് വിവരങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, മന്ത്ലി എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റഫ് ടേബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു മാസത്തെ എക്സ്പെൻസുകൾ, അതിന്റെ വിവരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു ടേബിൾ ആയിട്ടോ, അല്ലെങ്കിൽ അത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിങ്ങൾക്ക് എടുത്തു വെക്കണം. ഇതുപോലെ ഒരു സ്ഥലത്ത് എടുത്തു വെക്കണം. അതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു അപ്ലിക്കേഷൻ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ. ഇങ്ങനെ ടേബിൾ ആക്കിയിട്ട് വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുക മാത്രമല്ല, ഇതിൽ നമുക്ക് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കാണാം, ഒരു ഗ്രാഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് ഞാൻ വരച്ചത് ഈ ടേബിളിലെ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വിവരങ്ങളെ ഇതുപോലെ പ്രദർശിപ്പിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. ഇപ്പൊ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സപ്പോസ് എക്സൽ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ അന്ന് കണ്ട പോലെ അഡ്രസ് ബാറിൽ പോയിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കാണിക്കും. അതിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ excel.cloud എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാം. ഇതൊരു ലിമിറ്റഡ് ഫ്രീ വേർഷൻ ആണ് മൈക്രോസോഫ്റ്റ് എക്സലിലെ. നമുക്ക് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യേണ്ടതിന് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർക്ക് ബുക്ക് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സൽ നമ്മൾ വർക്ക് ബുക്ക് ആണെന്ന് പറയാം. ഓക്കെ, വർക്ക് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടോ, ഇതൊരു വർക്ക് ബുക്ക് ആണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന എക്സലിന്റെ ഒരു ഏരിയനെയാണ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സലില് നമ്മുടെ വർക്ക് ബുക്ക്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു ഏരിയ ഇങ്ങനെ ക്രിയേറ്റ് ആയിട്ട് വരും. ഞാനിവിടെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടൊരു ചെറിയ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മന്ത്ലി എക്സ്പെൻസ് ഒക്ടോബർ. ഇപ്പോൾ നമുക്ക് എപ്പോഴും ഒരു മാസത്തെ ചെലവുകൾ ഒന്ന് ട്രാക്ക് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പേപ്പറിലോ ഒരു ബുക്കിലോ എഴുതി സൂക്ഷിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഫോണിൽ വെറുതെ എഴുതി വെക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് എളുപ്പമാണ് ഇങ്ങനെ ഒരു ടേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ, അല്ലേ? അപ്പൊ ഞാൻ ഈ കേസിൽ ഒരു മാസത്തിലെ 4 ആഴ്ചകളിലെ ചെലവുകൾ ട്രാക്ക് ചെയ്യുന്ന പോലെ ഒരു ടേബിൾ ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിന് എക്സലിലെ ടൂളുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ടേബിൾ ആണ്. ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യാനും അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അപ്പൊ നമുക്ക് ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു ടേബിളിൽ ഒരു ടൈറ്റിൽ ഉണ്ടല്ലേ, മന്ത്ലി എക്സ്പെൻസസ് ഒക്ടോബർ. പിന്നെ അതിൽ തന്നെ കുറച്ച് കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റോ ഉണ്ട്, ഇങ്ങനെ താഴേക്ക് വരുന്നതാണ് കോളം. വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 4, ഇതൊക്കെ കോളമാണ്. ഇനി ഫുഡ്, മാർക്കറ്റ്, അങ്ങനെ പോകുന്നത് റോ ആണ്. ഇതിൽ ഞാൻ ഈ മന്ത്ലി എക്സ്പെൻസ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്, ഒരു എമൗണ്ട് എഴുതിയിട്ടുണ്ട്, ഐറ്റം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സൽ തുറന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കുന്നത് കണ്ടോ, ഇങ്ങനെ ഒരു ബോക്സിലാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പച്ച ബോർഡർ ഉള്ള ഒരു ബോക്സ് വരും. അപ്പൊ ഈ ബോക്സിലാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാനുള്ളത്, അല്ലെങ്കിൽ എൻ്റർ ചെയ്യാനുള്ളത്. ഇതിനെയാണ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ എക്സലിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിന്റെ സെല്ലിലാണ്. അപ്പോൾ ഇവിടെ പല രീതിയിലുള്ള സെല്ലുണ്ട്. ആ സെല്ലിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണും. അപ്പൊ നമ്മൾ ഈ ടേബിൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പൊ എങ്ങനെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ടേബിൾ ആക്കി മാറ്റാം എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എക്സൽ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ടോപ്പിൽ കണ്ടോ, ബുക്ക് 5 എന്നുള്ളത്. അപ്പൊ ഇത് എക്സൽ തന്നെ കൊടുക്കുന്ന പേരാണ്. അപ്പൊ എനിക്കിത് പേര് മാറ്റണം. പേര് മാറ്റണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ വെബ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പൊ നേരത്തെ നമ്മൾ കണ്ട പോലെ
ബ്രൗസറിൽ പോയിട്ട് എക്സൽ ഓൺലൈൻ എന്ന് ക്ലിക്ക് ചെയ്തിട്ടാണ് എടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ ബുക്ക് 5 എന്നുള്ള അല്ലെങ്കിൽ ഈ റീനെയിം ഫയൽ എന്ന് പറഞ്ഞ ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് വേണ്ട പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഡെമോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അമർത്തുക. എൻ്റർ അമർത്തി കഴിഞ്ഞാൽ അത് സേവ് ആയി. അപ്പോൾ ഓട്ടോ സേവ് ആവുന്നുണ്ട് ഇവിടെ അല്ലെ. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ സേവിങ് എന്ന് കാണിക്കുന്നുണ്ട്, സേവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബ്രൗസറിൽ കയറി ആ വെബ് വേർഷൻ, നമ്മൾ ബ്രൗസറിൽ കയറി മൈക്രോസോഫ്റ്റ് എക്സൽ ഓൺലൈൻ എന്ന് അടിച്ചിട്ട് അത് സെലക്ട് ചെയ്ത് കയറിയതുകൊണ്ടാണ് ഇവിടെ ഓട്ടോ സേവ് വരുന്നത്. ഇനിയിപ്പോ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓൾറെഡി എക്സൽ ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഫയലിൽ പോയിട്ട് ഇവിടെ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. നമുക്ക് ഇവിടെ ഓട്ടോ സേവ് ആവുന്നതുകൊണ്ടാണ് ഇവിടെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലാത്തത്. നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഉള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ആ സേവിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം. ഇവിടെ നമ്മൾ വെബ് ആയിട്ടുള്ള ഒരു വേർഷൻ നമ്മൾ നേരത്തെ ബ്രൗസറിൽ കയറി ടൈപ്പ് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയത് കൊണ്ടാണ് ഇവിടെ ഓട്ടോ സേവ് ആവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പേര് ഇവിടെ മാറ്റാം. ഇനി ഇവിടെ ഫയൽ, ഹോം, ഇൻസേർട്ട്, ഷെയർ, പേജ് ലേഔട്ട്, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അത് മെനു ടാബ് എന്ന് പറയും. ഓക്കെ, അത് നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടും. ഇനി ഇവിടെ ഒരാളെ കണ്ടോ, ഒരു ചതുരം. അപ്പൊ ഇതിനകത്ത് കുറെ ടൂളുകൾ ഉണ്ട്. ഇതിനെ റിബൺ എന്നാണ് വിളിക്കുന്നത്. പേരൊന്നും നമുക്ക് ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈ റിബണിനകത്താണ് നമുക്ക് ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഉള്ളത്. നമുക്ക് എക്സൽ എന്ത് ഓപ്പറേഷൻസ് ചെയ്യണമെങ്കിലും ഈ റിബണിലും ഈ മെനു ബാറിലുമുള്ള ആൾക്കാരെ അല്ലെങ്കിൽ മെനു ടാബിലുമുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഈ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അതിനും താഴെ ഇവിടെ കണ്ടോ ഡെമോ 1 എന്ന്. ഇതെന്താണെന്ന് അറിയോ, ഇതൊരു ഷീറ്റാണ്. നമ്മുടെ ഈ വർക്ക് ബുക്കിലെ ഒരു ഷീറ്റ്. നമ്മൾ ഒരു വലിയ പുസ്തകം വാങ്ങിയിട്ട് അതിലെ ഓരോ പേജിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതുന്നു അല്ലെ. അപ്പോൾ ഈ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തത് എന്താണ്, അതൊരു വർക്ക് ബുക്കാണ്, നമ്മൾ വാങ്ങിയ പുസ്തകമാണ്. ഇനി ഈ ഡെമോ 1 എന്ന് കാണിക്കുന്ന അതിലൊരു പേജ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ എനിക്കിവിടെ അമർത്തി കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് അമർത്തി കഴിഞ്ഞിട്ട് എനിക്ക് അതിന്റെ പേര് മാറ്റാം. ഓക്കെ, ഇവിടെ റീനെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ പേര് മാറ്റാം. ഇപ്പൊ ഞാൻ ABC എന്ന് പേര് മാറ്റി. അത് ഒരു പേജ്. ഇനി എനിക്ക് അടുത്ത പേജ് എടുക്കണമെന്ന് വിചാരിക്കുക അല്ലെ, നെക്സ്റ്റ് പേജിലേക്ക് മാറണമെന്ന് വിചാരിക്കുക. അപ്പോൾ ന്യൂ ഷീറ്റ് എന്ന് കണ്ടില്ലേ, ഇതിൽ അമർത്തുക. അപ്പൊ പുതിയൊരു ഷീറ്റ് വന്നു. നമ്മുടെ നേരത്തെ പേജ് തൊട്ട് പുറകിൽ തന്നെ ഉണ്ട്. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയ പുതിയ ഷീറ്റാണ്. ഓക്കെ, അതിലും ഇതുപോലെ എനിക്ക് പേര് മാറ്റാവുന്നതാണ്. ഞാൻ XYZ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വർക്ക് ബുക്കിലെ 2 പേജ് അല്ലെങ്കിൽ എൻ്റെ പുസ്തകത്തിലെ 2 പേജ് പോലെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആദ്യത്തേൽ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു മോഡൽ ടേബിൾ ഉണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ടേബിൾ നമ്മുടെ XYZ എന്ന് പറഞ്ഞ അടുത്ത പേജിൽ അല്ലെങ്കിൽ അടുത്ത ഷീറ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഓക്കെ, സോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ABCD എന്ന് എഴുതിയതൊക്കെ എന്താണ്, അതൊക്കെ കോളമാണ്. 1 2 3 4 എന്ന് എഴുതിയതൊക്കെ റോ ആണ്. ഇനി ഞാൻ ഈ കോളത്തിൽ ഞാനിപ്പോ എൻ്റെ പേര് എഴുതി അല്ലെ. എൻ്റെ പേര് എഴുതിയ സമയത്ത് കണ്ടോ, ഇവിടെ ഒരാൾ കണ്ടോ, ഇവിടെ ഒരു ബോക്സ് കണ്ടോ. അപ്പൊ നമ്മുടെ സെല്ലിൽ നമ്മൾ എന്ത് എഴുതിയാലും ഇവിടത്തെ ഈ ബോക്സിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ പേര് എഴുതിയപ്പോൾ അങ്ങനെ കണ്ടു. 10 എന്ന് എഴുതി നമ്പർ എഴുതിയ സമയത്ത് കണ്ടോ, അവിടെ 10 എന്ന് കണ്ടു. ഇനി ഇതിൽ നമ്മൾ എന്തെങ്കിലും ഫോർമുല ഒക്കെ എഴുതുകയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ടേബിൾ ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പൊ എനിക്ക് മന്ത്ലി എക്സ്പെൻസ് എന്നുള്ളതാണ് നമ്മുടെ ടേബിളിലെ ടൈറ്റിൽ അല്ലെ, മന്ത്ലി എക്സ്പെൻസസ് ഒക്ടോബർ. അപ്പോൾ നമ്മുടെ ടേബിൾ ഒരു ടൈറ്റിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ടൈറ്റിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ, മന്ത്ലി എക്സ്പെൻസസ് ഒക്ടോബർ എന്ന് ഞാൻ ടൈറ്റിൽ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതില് നമ്മുടെ കോളം ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റഡ് ആയത് കണ്ടില്ലേ അല്ലെ. ഇപ്പൊ ഈ കോളത്തിന്റെ വലിപ്പമല്ലല്ലോ, വീതി അല്ലല്ലോ എന്ന് പറഞ്ഞ കോളത്തിനുള്ളത്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റഡ് ആവുന്നുണ്ട്. ഇനി അങ്ങനെ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ കോളത്തിൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ആരോ വന്നത് കണ്ടില്ലേ, ഇടത്തോട്ടും വലത്തോട്ടും ഉള്ള ഒരു ആരോ. അപ്പൊ ആരോയില് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് പതുക്കെ ഇടത്തോട്ടോ വലത്തോട്ടോ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ കോളത്തിന്റെ വീതി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.
അല്ലേ? ഞാൻ ഡി എന്നത് ക്ലിക്ക് ചെയ്തു, എനിക്ക് കുറച്ച് വലത്തോട്ട് സ്ട്രെച്ച് ചെയ്യണം. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ, മൗസ് ക്ലിക്ക് ചെയ്തിട്ട് വലത്തോട്ടായി കഴിഞ്ഞാൽ ഡിയുടെ വലിപ്പം ചേഞ്ച് ആയി, അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് കോളത്തിന്റെ വീതി അല്ലെങ്കിൽ അതിന്റെ സൈസ് മാറ്റാൻ വേണ്ടി പറ്റും. ഇനി റോയുടെയും അതേപോലെ മാറ്റിക്കൂടെ? ഇപ്പൊ ഞാൻ 1 എന്നുള്ളത് എഴുതി, അപ്പൊ എനിക്ക് കുറച്ച് താഴേക്ക് ആക്കണം ഇത്. ഞാൻ കുറച്ച് താഴേക്ക് ആക്കി, കണ്ടോ? അത് കുറച്ച് താഴേക്ക് വന്നു. അപ്പോ എങ്ങനെയാണ് റോയുടെയും കോളത്തിന്റെയും സൈസ്, ഡയമെൻഷൻ മാറ്റുക എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഞാനിപ്പോ എന്റെ ടേബിളിന്റെ ടൈറ്റിൽ കൊടുത്തു, അല്ലെ? ഇനി എന്താണ് ഫസ്റ്റ് കോളത്തിൽ എന്തായിരുന്നു ഉള്ളത്? നമുക്ക് നമ്മുടെ ടേബിൾ നോക്കാം. ഐറ്റം എന്നുണ്ട്, പിന്നെ week 1, week 2, week 3, week 4 ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എല്ലാ ഓപ്പറേഷൻസും ചെയ്യുന്നത് എവിടെയാണ്? സെല്ലുകളിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ സെല്ലിൽ എന്താ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത്? ഐറ്റം. ഇനി week 1, അടുത്തത് week 2. ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്തിട്ട് അടുത്ത സെല്ലിലേക്ക് പോകുന്നു. week 3, week 4, അല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ടേബിളിന് ഒരു ഹെഡിങ്, ഒരു ടൈറ്റിൽ ഉണ്ടാവില്ലേ, അല്ലേ? അപ്പൊ ഇവിടെ നമ്മുടെ ടൈറ്റിൽ പല സെല്ലുകളിൽ, ഈ എ എന്ന സെല്ലിലാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അപ്പോ പക്ഷെ നമ്മുടെ ടൈറ്റിൽ ഏത് വരെ നമുക്ക് വേണം? ഇത്രയും വരെ വേണ്ടേ? ഈ വരെ നമ്മുടെ ടൈറ്റിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കിടക്കണം, അല്ലേ? ഇപ്പൊ ഇതിൽ നോക്കൂ, ഈ ടേബിൾ നോക്കൂ. ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇത് മൊത്തം ഈ ടേബിളിന്റെ ടൈറ്റിലായിട്ട് ഇത്രയും ഏരിയയിൽ വരുന്നുണ്ടല്ലേ? പക്ഷെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇത് ഈ സെല്ലിലാണ് നമ്മൾ എഴുതിയത്. അതപ്പോ ഇങ്ങനെയാണ് കിടക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തിട്ട് മെർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും സെലക്ട് ചെയ്ത സെല്ലുകളൊക്കെ ഒന്നാക്കി ചേർക്കുക. അപ്പൊ ഒന്നാക്കി ചേർത്തതിന് എന്ത് സംഭവിക്കും? ഇത് ഒരൊറ്റ സെല്ലായിട്ട് മാറും. നമുക്ക് ഇങ്ങനെ നോക്കാം. ഈ മന്ത്ലി എക്സ്പെൻസ് എന്നുള്ളത് ഞാൻ എയിലാണ് എഴുതിയത്. അപ്പൊ എനിക്ക് ഈ വരെയുള്ള സെല്ലുകളെ ഒന്നാക്കി ചേർക്കണം, അല്ലേ? അപ്പൊ ഞാൻ എ സെലക്ട് ചെയ്യുന്നു, മൗസ് വിടാതെ ബിയിലേക്ക് പോകുന്നു, സി, ഡി, ഇ. ഇത്രയും സെലക്ട് ആയില്ലേ? അപ്പോ ഇനി നമ്മുടെ റിബണിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ പരിചയപ്പെടാം. ഇവിടെ മെർജ് ആൻഡ് സെന്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ താഴേക്ക് ഒരു ആരോ കണ്ടില്ലേ? അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെർജ് ആൻഡ് സെന്ററിന്റെ അടിയിൽ ആരൊക്കെ വരുന്നുണ്ടെന്ന് കാണാം. മെർജ് ആൻഡ് സെന്റർ ഉണ്ട്, മെർജ് അക്രോസ് ഉണ്ട്, മെർജ് സെല്ല് ഉണ്ട്, അൺമെർജ് സെല്ല് ഉണ്ട്. ഓക്കെ, മെർജ് ആൻഡ് സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെർജ് ചെയ്യുകയും ചെയ്യും, പ്ലസ് അതിൽ എഴുതിയ സാധനത്തിനെ അതിനെ സെന്ററിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. നമുക്ക് നോക്കാം. മെർജ് ആൻഡ് സെന്റർ ഞാൻ കൊടുക്കുന്നു, കണ്ടോ? ഇതെല്ലാം മെർജായി, അല്ലേ? ഇതെല്ലാം മെർജായി. മെർജ് ആവുക മാത്രമല്ല, സോറി, മെർജ് ആവുക മാത്രമല്ല, എന്ത് സംഭവിച്ചു? നമ്മൾ എഴുതിയ ആള് സെന്ററിലേക്ക് വരികയും ചെയ്യും. അതാണ് മെർജ് ആൻഡ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ, അല്ലേ? എന്തായിരുന്നു? മെർജ് അക്രോസ് മാത്രം. അപ്പൊ എന്ത് സംഭവിക്കും? മെർജായി, നമ്മുടെ എഴുതിയ ആള് സെന്ററിലേക്ക് പോയില്ല. ഓക്കെ, ഇനി മെർജ് സെൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മെർജ് ആവും. അൺമെർജ് സെൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ മെർജ് ചെയ്തത് അൺമെർജ്ഡ് ആയി, അത് ഒന്നിച്ചായത് പഴയ പോലെ തന്നെയായി. ഓക്കെ, അപ്പൊ നമ്മൾ ടൈറ്റിലാണ്, നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ മെർജ് ആൻഡ് സെന്റർ കൊടുത്തു. ഓക്കെ, ഇനി താഴെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐറ്റത്തിലാണ് നമുക്ക് വേറെ കാര്യങ്ങൾ എഴുതാം, എന്തൊക്കെയാണ് നമ്മുടെ ചെലവുകൾ എന്നുള്ളത്, അല്ലേ? നമുക്ക് റാൻഡം ആയിട്ട് ടൈപ്പ് ചെയ്യാം. ഫുഡ് ഉണ്ടാവും, മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, പിന്നെ മെഡിസിൻ വാങ്ങിക്കുന്നവരുണ്ടായിരിക്കും, നമ്മൾ മൊബൈൽ റീചാർജ് ഉണ്ടായിരിക്കും, അല്ലെ? പിന്നെ ട്രാവൽ ചെയ്തത് ഉണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ XYZ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തു, അല്ലെ? സെല്ലിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. ഇനി നമ്പർ ആണെങ്കിൽ അതേപോലെ തന്നെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടില്ലേ എങ്ങനെയാണ് റോയുടെയും കോളത്തിന്റെ ഒക്കെ ഡയമെൻഷൻസ് മാറ്റുക എന്നുള്ളത്? അപ്പൊ എനിക്ക് ഇവിടെ ഈ എ എന്ന് പറഞ്ഞ നമ്മുടെ ഐറ്റംസ് എഴുതിയ കോളം കുറച്ചുകൂടെ വലുതാക്കണം എന്ന് തോന്നി, കുറച്ചുകൂടെ വീതി കൂട്ടണം എന്ന് തോന്നി.
അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ പച്ച നിറത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും നോക്കി നിൽക്കുന്ന ഒരു ആരോ ഉണ്ടാവും. അത് ഇങ്ങനെ പിടിച്ച് മൗസ് വിടാതെ വലിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? എ എന്ന് പറഞ്ഞ കോളത്തിന്റെ സൈസ് ചേഞ്ച് ആയി അല്ലേ? ഇനി എനിക്ക് ഈ 6 എന്ന് പറഞ്ഞ റോയുടെ സൈസും ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ആരോ വന്നു. മൗസ് ക്ലിക്ക് ചെയ്തിട്ട് മൗസ് വിടാതെ നമുക്ക് എങ്ങനെയാണോ ചേഞ്ച് ആക്കേണ്ടത് അതുപോലെ ചേഞ്ച് ആക്കുക അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ സൈസ് ഒക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതും സൈസ് ഒക്കെ ഒന്ന് ചേഞ്ച് ആക്കി നോക്കാം അല്ലേ? ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ചെലവുകൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇപ്പൊ നമുക്ക് വെറുതെ കുറച്ച് സംഖ്യകൾ ടൈപ്പ് ചെയ്യാം. ഞാൻ വെറുതെ കുറച്ച് സംഖ്യകൾ ടൈപ്പ് ചെയ്യാണ്. ഇനി ഇവിടെ കണ്ടില്ലേ, നമുക്ക് വീക്ക് 2ലും വീക്ക് 4ലും 500 500 എന്നുള്ള ഒരു സംഖ്യയാണ് വന്നത്. അപ്പോ എനിക്കിപ്പോ ഇത് ടൈപ്പ് ചെയ്യണ്ട, എനിക്കിത് കോപ്പി ചെയ്തിട്ട് ഇപ്പുറത്ത് ഇടാം. ഓക്കെ. ഞാൻ ഇതിൽ 500 ഞാൻ കളയാണ്. കളയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോ ഇതിലൊരു സംഖ്യയുണ്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് കീബോർഡിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഡിലീറ്റിൽ അമർത്തി കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകും. ഓക്കെ. ഇനി എന്താണ് നമ്മൾ കണ്ടത്? വീക്ക് 2ലും വീക്ക് 4ലും 500, അതായത് ഒരേ സംഖ്യ വരുന്നുണ്ട് അല്ലെ? അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമുക്ക് എവിടെയാണോ കോപ്പി ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ്, നമ്മുടെ പച്ച ബോക്സ് വരും. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് അമർത്തുക. കട്ട് ഉണ്ട്, കോപ്പി ഉണ്ട്, പേസ്റ്റ് ഉണ്ട്. ഓക്കെ. കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് മുറിച്ചെടുത്തിട്ട് അപ്പുറത്ത് പേസ്റ്റ് ചെയ്യുന്നു. കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കോപ്പി എടുത്ത് അപ്പുറത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാം. കോപ്പി കൊടുക്കുന്നു. എന്നിട്ട് ഈയിലല്ല എനിക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്, ഈയിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് അമർത്തുന്നു. അപ്പോ എന്ത് സംഭവിക്കും? കണ്ടോ, ഇവിടെയും 500, ഇവിടെയും 500. ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇപ്പുറത്ത് പേസ്റ്റ് ചെയ്തു. ഓക്കെ. ഇനി മൊബൈൽ റീചാർജ് ചിലപ്പോൾ നമ്മൾ മന്ത്ലി ഒരിക്കലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഞാൻ ഇവിടെ അത് വീക്ക് 4ൽ മാത്രം എൻ്റർ ചെയ്യുന്നു. ട്രാവല്, ഓക്കെ, ട്രാവലും ഞാൻ ഒരു സംഖ്യ കൊടുക്കുകയാണ്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് സംഖ്യകൾ വെറുതെ കൊടുക്കാം അല്ലെ? ഓക്കെ. അപ്പൊ ഞാൻ എന്റെ ചെറിയൊരു ടേബിൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതല്ലാത്ത ഇപ്പൊ നിങ്ങൾ ടേബിളിൽ ആഡ് ചെയ്ത എക്സ്പെൻസ് അല്ലാതെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുമില്ല, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ എക്സ്പെൻസ് എന്താണെന്ന് ടൈപ്പ് ചെയ്യുക. ആ എമൗണ്ട് ഏത് വീക്കിലാണോ വന്നത് അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ. ഞാൻ നമ്മുടെ ടേബിൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ടേബിൾ എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇനിയിപ്പോ ഞാൻ മൊബൈൽ റീചാർജ് ചിലപ്പോൾ ഞാൻ ഈ മാസം ചെയ്തില്ല. ഞാൻ ഒരു 3 മാസത്തെ പ്ലാൻ ഒരുമിച്ച് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്ത് വേണ്ട? ഈ മൊബൈൽ റീചാർജ് എന്ന് പറഞ്ഞ റോ ഇവിടെ വേണ്ട അല്ലേ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അത് സെലക്ട് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് അമർത്തണം. എന്നിട്ട് ഡിലീറ്റ് റോ 6 എന്ന് കണ്ടോ? നമ്മുടെ 6 അല്ലേ ഇത്? നമ്പർ ഇവിടെ കണ്ടില്ലേ? 6. അപ്പോ ഡിലീറ്റ് റോ 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മൊബൈലിന്റെ റോ അവിടെ നിന്ന് പോയി. ഓക്കെ. അപ്പോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? ഇവിടെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് റോ 6 എന്ന് അമർത്തുക. അപ്പൊ ഡിലീറ്റ് ആയിപ്പോയി.
ഓക്കെ, ഇനി കോളം ആണെങ്കിലോ ഇതുപോലെ തന്നെ ഒന്നുമില്ല, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കോളം ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇനിയിപ്പോ എനിക്ക് ഈ മൊബൈലിന്റെയും ട്രാവലിന്റെയും ഇടയിൽ ഒരു എക്സ്പെൻസും കൂടെ വന്നു, എനിക്ക് ഒരു ഒരു റോ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? ഓക്കെ, ഇത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇതിന്റെ മുകളിലല്ലേ വേണ്ടത്, ഞാൻ റൈറ്റ് ക്ലിക്ക് അമർത്തുന്നു. ഇവിടെ കുറെ ആൾക്കാരെ കണ്ടില്ലേ, ഇൻസേർട്ട് വൺ റോ എബോവ്, ഇൻസേർട്ട് വൺ റോ ബിലോ, അല്ലെ? അപ്പൊ എനിക്ക് എവിടെയാണ് പുതിയ റോ ആഡ് ചെയ്യേണ്ടത്? എബോ. അപ്പൊ എബോ ആണെങ്കിൽ ഞാൻ ഇൻസേർട്ട് വൺ റോ എബോ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, അപ്പൊ പുതിയൊരാൾ ഇവിടെ വന്നു. ഇനി എനിക്കിത് വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് അമർത്തുന്നു, ഡിലീറ്റ്. ഇനി ഇത് താഴെയാണ് വേണ്ടെങ്കിൽ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് അമർത്തുന്നു, വൺ റോ ബിലോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഈ റോ നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാം. ഇവിടുന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് മൂവ് ചെയ്യാം. കണ്ടോ, ചേഞ്ച് ചെയ്ത് കണ്ടില്ലേ? സെലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാൻഡിന്റെ സൈൻ കാണില്ലേ? അപ്പൊ അത് അമർത്തുക, എന്നിട്ട് എനിക്ക് വേണ്ട സ്ഥലത്തേക്ക് എനിക്കിത് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത് തന്നെ നമുക്ക് കോളത്തിലും ചെയ്യാം. റോയിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ നമുക്ക് കോളത്തിലും ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടോ? അത് നമ്മൾ മെർജ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മെർജ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അൺമെർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാം. ഓക്കെ, കണ്ടോ? നമ്മൾ നേരത്തെ എന്താ സംഭവിച്ചത്? നമ്മൾ ഇതെല്ലാം മെർജ് ചെയ്ത് വെച്ചു അല്ലേ? നമ്മൾ ഇതെല്ലാം മെർജ് ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി ഈ ടേബിൾ ഇങ്ങനെ ഒരു റഫ് ടേബിൾ ആയിട്ട് കിടക്കുന്നല്ലേ, ഇതിന് ബോർഡർ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇനി ബോർഡർ കൊടുക്കണമെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് ഇത് കുറച്ചുകൂടെ വലുതാക്കണം, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി ചെറുതാക്കണം, ബോൾഡ് ചെയ്യണം, ഇതിന്റെ കളർ മാറ്റണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് നമ്മുടെ റിബണിലേക്ക് പോയി കഴിഞ്ഞാൽ ഫോണ്ട് എന്ന് പറഞ്ഞ ഒരാളെ കണ്ടോ, ഒരു ഗ്രൂപ്പിനെ കണ്ടോ? അതിൽ കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു ഇതെടുത്തു. ഓക്കെ, എന്റെ മന്ത്ലി എക്സ്പെൻസ് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? ഞാൻ അത് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഫോണ്ട് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ സെല്ലിൽ പോകുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, അപ്പൊ ആ ഫോണ്ട് മാത്രം സെലക്ട് ആവും. ഓക്കെ, ഫോണ്ട് മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഫോണ്ട് നെയിം എനിക്ക് മാറ്റാം. ഓക്കെ, ഫോണ്ട് നെയിം എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാം. സൈസ് കണ്ടോ, ഫോണ്ടിന്റെ സൈസ് എനിക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ഫോണ്ട് സൈസ് മാറ്റാനുള്ളതാണ്, ബോൾഡ് ആക്കാം, കുറച്ച് ഇറ്റാലിക്കിൽ എഴുതാം, അണ്ടർലൈൻ കൊടുക്കാം. ഇനി കളർ മാറ്റാം, ഫോണ്ട് കളർ ഞാനിവിടെ റെഡ് കൊടുത്തു. ഓക്കെ, സോ ഫോണ്ടിൽ നമുക്ക് എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തുക നമുക്ക് മനസ്സിലായില്ലേ? ആ ഫോണ്ട് സെലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്ത ശേഷം ഇപ്പൊ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാത്തന്നെ നമുക്ക് ഇതൊക്കെ മാറ്റാൻ വേണ്ടി പറ്റും. കണ്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് ഫോണ്ടിന്റെ പ്രോപ്പർട്ടീസ് മാറ്റാം. ഇനി അതല്ല, ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോണ്ടിന്റെ പ്രോപ്പർട്ടീസ് മാറ്റാം. ഓക്കെ, അപ്പോ നമ്മൾ ഫോണ്ടിൽ എങ്ങനെ കാര്യങ്ങൾ ചേഞ്ച് ആക്കാം എന്നുള്ളത് കണ്ടു. ഇനി നമുക്ക് എനിക്ക് ഈ 2000 എനിക്ക് ഒരു റെഡ് കളറിൽ എഴുതണം, അല്ലെങ്കിൽ വേറൊരു കളറിൽ എഴുതണം. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഇവിടെ ഈ സെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫോൺ കളറിൽ പോവുക, എനിക്ക് ആവശ്യമുള്ള കളർ കൊടുക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ബോർഡർ വരുത്തേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ടേബിൾ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സലിലെ ഈ വരകളല്ലേ നമുക്കിത് കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഇതിനൊരു കറക്റ്റ് ബോർഡർ ഒക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു ടേബിൾ ആക്കി മാറ്റണം. അപ്പൊ അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിന് എനിക്ക് ഏതൊക്കെ ഏരിയയിലാണോ ബോർഡർ കൊടുക്കേണ്ടത് അത്രയും ഏരിയ ഞാൻ മൗസ് ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ റിബണിലെ ഫോണ്ടിലേക്ക് നമ്മൾ തിരിച്ചു പോവുക. എന്നിട്ട് ഇവിടെ ഒരാളെ കണ്ടോ, ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ബോർഡേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബോർഡർ ഓപ്ഷൻസ് കാണാം. ബോർഡർ ഇല്ല, പിന്നെ ബോട്ടം മാത്രം ബോർഡർ, ടോപ്പ് മാത്രം ബോർഡർ,
ലെഫ്റ്റിൽ ബോർഡർ, റൈറ്റിൽ ബോർഡർ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, തിക്ക് ഔട്ട്സൈഡ് ബോർഡർ. ഞാൻ ഇപ്പൊ തൽക്കാലത്തിന് ഞാൻ ഓൾ ബോർഡർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. കണ്ടോ, നമ്മുടെ ടേബിൾ ഇപ്പൊ ഒരു പ്രോപ്പർ ബോർഡർ ഒക്കെയുള്ള ഒരു ടേബിൾ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? ഇനി ഈ ടേബിളിൽ തന്നെ നമുക്ക് ഈ ബോർഡറിൽ തന്നെ വേറെയും കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഡ്രോ ചെയ്യാൻ പറ്റും, ഇറേസ് ചെയ്യാൻ പറ്റും, ബോർഡർ കളർ മാറ്റാൻ പറ്റും. ഓക്കെ, ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബോർഡർ കളർ മാറ്റാൻ പറ്റും. ഇങ്ങനെ ഇതിൽ തന്നെ വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ബോർഡറിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി കണ്ടോ, നമ്മൾ ഇതിൽ കുറച്ച് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതും വളരെ എളുപ്പമാണ്. നമുക്ക് എവിടെയാണ് കളർ കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാൻ ടൈറ്റിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ട ഒരാളെ ഒരു ബക്കറ്റ് ഫിൽ കളറിൽ പോയിട്ട് ഞാൻ ഒരു കളർ ഫിൽ ചെയ്യുന്നു. അതുപോലെ എനിക്ക് ഇവിടെയും വേറൊരു കളർ കൊടുക്കണം. അപ്പോൾ ഈ ഇത്രയും എണ്ണത്തിന് ഒരുമിച്ച് കളർ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അത് മൗസ് ഡ്രാഗ് ചെയ്തുകൊണ്ട് അത് മുഴുവൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫിൽ കളറിലേക്ക് പോവുക, ബക്കറ്റ് എടുക്കുക, എന്നിട്ട് ഒരു കളർ സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള സെല്ലുകൾക്കും നിങ്ങളുടെ ഇഷ്ടത്തിന് കളേഴ്സ് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ അത്രയുമാണ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മളൊരു എക്സലിന്റെ വർക്ക് ബുക്ക് തുറന്നിട്ട് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അതിൽ നമ്മുടെ ഡാറ്റയോ നമ്മുടെ വിവരങ്ങളോ എൻട്രി ചെയ്ത് അതിനെ കുറച്ചൊരു ടേബിളിലൊക്കെ രൂപത്തിലാക്കാൻ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് കുറെ ഓപ്പറേഷൻസ് ഉണ്ട്, കുറെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എനിക്ക് വീക്ക് 1 എന്റെ ചെലവ് എത്രയാണ്, വീക്ക് 2 വീക്ക് 3 വീക്ക് 4 ടോട്ടൽ ചെലവ് എത്രയാണ്, അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ആവറേജ്, പെർസെൻറ്റേജ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് എക്സലിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ കണ്ടില്ലേ, ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. നമുക്ക് പിക്ചർ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ പിക്ചറും ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് എക്സലിൽ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഇനി ഇങ്ങനത്തെ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ വിവരങ്ങൾ എങ്ങനെയൊക്കെ പ്രദർശിപ്പിക്കാം, ഇനി അതിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ അഡീഷൻ പോലെ, സബ്ട്രാക്ഷൻ പോലെയൊക്കെയുള്ള, ആവറേജ് പോലെ, പെർസെൻറ്റേജ് ഒക്കെ പോലെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും എങ്ങനെ എക്സലിൽ ചെയ്യാമെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ഈ വീഡിയോ എല്ലാവരും ഇതുപോലെ നിങ്ങളുടെ ഒരു ആവശ്യത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയോ എന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.